നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതോടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിവിധ കോണുകളിൽ നിന്നും സജീവമാണ്. മുൻ സർക്കാരുകളുടെ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി തെക്കൻ ദക്ഷിണേന്ത്യയ്ക്ക് കൂടുതൽ പരിഗണന നൽകിയ സമയം കൂടിയാണ് ഇതെന്നതിൽ സംശയമില്ല. പുതിയ മന്ത്രിസഭയിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള 13 മന്ത്രിമാരാണുള്ളത്. 2019 മേഖലയിലെ 129 തെക്കൻ സീറ്റുകളിൽ 29 BJP പിടിച്ചപ്പോൾ ഇത്തവണയും ഈ കണക്കിൽ യാതൊരു മാറ്റവുമില്ല. ഇതേ എണ്ണം സീറ്റുകൾ തന്നെയാണ് ഇക്കുറിയും BJP ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടിയതെങ്കിലും മന്ത്രിമാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെ ഈ 13 മന്ത്രിമാരിൽ 5 പേരും കർണാടകയിൽ നിന്നുള്ളവരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും മികച്ച ഫലം നൽകിയ സംസ്ഥാനമായ കർണാടകയ്ക്ക് അർഹമായ പരിഗണന തന്നെ നൽകാൻ അവർ തയ്യാറായി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. കർണാടകയിലെ ആകെയുള്ള 28 സീറ്റുകളിൽ 19 എണ്ണവും BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാണ് നേടിയത്. അതിൽ തന്നെ 17 സീറ്റുകൾ BJP നേടിയപ്പോൾ HD കുമാരസ്വാമിയുടെ JDS 2 എണ്ണം സ്വന്തമാക്കി ഇത്തവണ ശരിക്കും കിങ് മേക്കറായി. കുമാരസ്വാമിയുടെ കൂടി പിന്തുണയാണ് BJPക്ക് സംസ്ഥാനത്ത് ഇത്രയും മികച്ച ഫലം നൽകിയത്. കുമാരസ്വാമിയെ കൂടാതെ മുൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന നിർമ്മല സീതാരാമനും പ്രഹ്ലാദ് ജോഷിയും ഇത്തവണയും മന്ത്രിസഭയിലുണ്ട്. കഴിഞ്ഞ മോദി സർക്കാരിലെ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലാജെ, സംസ്ഥാന സർക്കാരിലെ മുൻ മന്ത്രി V സോമണ്ണ എന്നിവരും കർണാടകയിൽ നിന്ന് മന്ത്രിമാരായവരിൽ ഉൾപ്പെടുന്നു. NDAക്ക് 21 സീറ്റുകൾ നൽകിയ ആന്ധ്രാപ്രദേശിൽ നിന്ന് 3 മന്ത്രിമാരും 8 സീറ്റുകൾ നൽകിയ തെലങ്കാനയിൽ നിന്ന് 2 പേരും ഇത്തവണ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്നുമുണ്ട് 2 മന്ത്രിമാർ. തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ 1 മന്ത്രി മാത്രമേയുള്ളൂ. തമിഴ്നാട് മാത്രമാണ് BJPക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. നിലവിലെ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് മന്ത്രിമാരുടെ എണ്ണം ഉയർത്തിയുള്ള നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ശക്തിയാർജിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം കരുതുന്നത്. അതേസമയം നരേന്ദ്രമോദി തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് മോദി. 30 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 സഹമന്ത്രിമാർ എന്നിവരും മോദി മന്ത്രിസഭയിലുണ്ട്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. 2 പേരും സഹമന്ത്രിമാരാണ്. സുരേഷ് ഗോപി 50-ാമത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജോർജ് കുര്യൻ 70-ാമതായി ചുമതലയേറ്റു. ഇനി മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ പ്രധാനമന്ത്രി വീതിച്ചു നൽകും. പ്രധാന BJP നേതാക്കളെല്ലാം തന്നെ മന്ത്രിസഭയിലുണ്ട്. JP നദ്ദ മന്ത്രിസഭയിലെത്തിയതോടെ BJP ദേശീയ അധ്യക്ഷനായി പുതിയ വ്യക്തി ഇനി ചുമതലയേൽക്കും.